ഇഷ തന്നെയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് റോജി എം ജോൺ തുടക്കത്തെ ദിവസം മുതൽ ഇവിടെയുള്ള റോജി നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കലൊക്കെ കൂടേണ്ട ആളാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം പങ്കുവെക്കാൻ പറ്റുക? നമ്മൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മൾ വിധിക്കായിട്ട് കാത്തു നിൽക്കുന്നു. പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്, തികച്ചും പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഇത്. ആദ്യ ദിവസം അമൃതദാസ് അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കാൻ റോജി എം ജോൺ MLA ആണ് പോയത്. അപ്പോൾ അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു പ്രതീക്ഷ എന്താണ് രാവിലെ? നമ്മൾ തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ്. നമ്മൾ നിയമവിദഗ്ധരായിട്ട് നമ്മുടെ വക്കീലുമായിട്ടും നമ്മൾ എല്ലാവരുമായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഉന്നയിക്കാനുള്ള കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾ അവർ നിരപരാധികളാണെന്നും അന്യായമായി അവരെ തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നതാണ് എന്നുള്ള വിവരം നമ്മൾ കൃത്യമായി കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഈ ഇരകളെന്ന് ഇവിടെ ബജ്രംഗ് ദളുകാരും BJP-കാരും ഒക്കെ അവകാശപ്പെടുന്ന ഈ പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് അവരെ കൊണ്ട് ബജ്രംഗ് ദളിൻ്റെ ആളുകൾ ഈ മൊഴി നിർബന്ധിച്ച് പറയിപ്പിച്ച്, ഈ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കെട്ടിച്ചമച്ച ഒരു കേസാണെന്നും ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നും അന്യായമായി കഴിഞ്ഞ ഏതാണ്ട് 9 ദിവസത്തോളമായി ഇവർ ഈ ജയിലിൽ കിടക്കുകയാണ് എന്നും ഇവർക്ക് ജാമ്യം നീട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇതുവരെ നടന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും നമ്മൾ ശുഭപ്രതീക്ഷയിലാണ്. കാരണം നമുക്ക് കോടതിയാണ്, നമുക്ക് പ്രത്യേകിച്ച് ഭരണകൂടം ഇത്തരത്തിലുള്ള നീതി നിഷേധം നടത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് കോടതിയാണ്. അപ്പോൾ ആ കോടതിയിൽ നിന്നും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉണ്ടാകുമെന്ന തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. അതാണ് വലിയ പ്രതീക്ഷയാണ്. പ്രതികരണമാണ് കേട്ടത്. എല്ലാവരും